റോഷിപാൽ നമുക്കൊപ്പം ചേരുന്നു. റോഷിപാൽ, മുഖ്യമന്ത്രി പിണറായി വിജയൻ എമ്പുരാൻ വിവാദമായതിന് പിന്നാലെ സിനിമ കാണാനായി ആദ്യ ദിനം തന്നെ അല്ലെങ്കിൽ റിലീസിന്റെ ആദ്യ ആഴ്ച തന്നെ അദ്ദേഹം എത്തുന്നതാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ പിന്തുണ പോസ്റ്റ് സംഘടിതമായി ചെറുക്കണമെന്നുള്ള ആഹ്വാനം, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഹാഷ്ടാഗ് ക്യാമ്പയിൻ ലോഞ്ച് ചെയ്യുന്നു. കോൺഗ്രസിന്റെ നേതാക്കളിൽ നിന്നൊക്കെ സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള പിന്തുണ, ഐക്യദാർഢ്യം ഒക്കെ കിട്ടുന്നു. അതിനുശേഷമാണ് അണിയറ പ്രവർത്തകർ ഞങ്ങൾ ദാ വെട്ടിമാറ്റാൻ പോകുന്നു, ഖേദപ്രകടനം നടത്തുന്നു. ഇത് എങ്ങനെയാണ് പാർട്ടികൾ കാണുന്നത്? കോൺഗ്രസും സിപിഐഎമ്മും സംഘപരിവാറിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധിക്കുമ്പോൾ സിനിമയുടെ അണിയറക്കാർ തന്നെ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് സിനിമ വെട്ടിമുറിച്ച് നാളെ തിയേറ്ററിലേക്ക് എത്തുന്നതിനെ എങ്ങനെയാണ് അവർ കാണുന്നത്? സുജയ പാർവതി, എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളിൽ നേരത്തെ തന്നെ കോൺഗ്രസും സിപിഎമ്മും കൃത്യമായി അവരുടെ നിലപാട് തുറന്നു പറഞ്ഞതാണ്. ഈ 17 ഭാഗങ്ങൾ അത് വെട്ടിമാറ്റാൻ തീരുമാനിച്ചു എന്ന വിവരം പുറത്തു വന്നതിന് ശേഷമാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും മുഖ്യമന്ത്രി പിണറായി വിജയനും പരസ്യമായ ഒരു പ്രതികരണത്തിന് തയ്യാറായത്. ഭീഷണിപ്പെടുത്തി ഭീതിയുടെ അന്തരീക്ഷമുണ്ടാക്കി ഇങ്ങനെ തിരുത്തലിന് ഈ അണിയറ പ്രവർത്തകരെ തയ്യാറാക്കിയത് അത് നല്ലതല്ല, അത് ജനാധിപത്യത്തിന് മേലുള്ള കടന്നുകയറ്റമെന്നും ഫാസിസം എന്നുമൊക്കെയാണ് മുഖ്യമന്ത്രി അടക്കം സിപിഎം അടക്കം വിശേഷിപ്പിക്കുന്നത്. അതിനുശേഷമാണ് ഇന്നലെ ഡിവൈഎഫ്ഐ സംസ്ഥാന വ്യാപകമായി എമ്പുരാൻ സിനിമയ്ക്ക് ഐക്യദാർഢ്യവുമായി തെരുവിലേക്ക് ഇറങ്ങിയത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും ഇത് വിജയമല്ല, ഇത് പരാജയത്തിന്റെ ഉദാഹരണമായി കാണണം, ഈ തിരുത്തലിനെ വിജയമല്ല പരാജയത്തിന്റെ ഉദാഹരണമായി കാണണമെന്ന് പറഞ്ഞു. മാത്രമല്ല, ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നാൽ അത് സംഘപരിവാറിന് വേണ്ടി അവർക്കിഷ്ടപ്പെട്ട സൃഷ്ടികൾക്ക് നൽകുന്ന സ്വാതന്ത്ര്യമാണെന്നടക്കം പ്രതിപക്ഷ നേതാവ് വിശേഷിപ്പിക്കുകയും ചെയ്തു. പിന്നീട് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ സിനിമ കാണില്ലെന്ന് പറഞ്ഞപ്പോൾ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പുതിയ കുറിപ്പുമായി വന്നത് സിനിമ കാണുമെന്ന് പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെ കോൺഗ്രസിന്റെയും സിപിഎമ്മിന്റെയും ഒക്കെ നേതാക്കൾ വലിയ രീതിയിൽ പ്രചാരം നൽകിക്കൊണ്ട് എമ്പുരാൻ സിനിമ കാണാനായി തിയേറ്ററുകളിലേക്ക് പോകുന്ന കാഴ്ചയാണ് ഇന്നലെ കണ്ടത്. ഇപ്പോൾ 10:30 സാംസ്കാരിക സിനിമാ മന്ത്രി സജി ചെറിയാൻ തിരുവനന്തപുരത്ത് സിനിമ കാണാൻ എത്തുന്നുണ്ട്. ഇന്നലെ എ.കെ. ബാലനും അങ്ങനെ പ്രധാനപ്പെട്ട പല നേതാക്കളും സിനിമ കാണാനായി, ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ തുടങ്ങിയ ബിനോയ് വിശ്വം അടക്കമുള്ള ഇടതുപക്ഷ നേതാക്കൾ സിനിമ കാണാനായി തിയേറ്ററിലേക്ക് എത്തുന്ന സാഹചര്യം. മോഹൻലാൽ മാപ്പ് പറഞ്ഞതിനെ കോൺഗ്രസിന്റെ സൈബർ ഹാൻഡിലുകൾ വളരെ രൂക്ഷമായ രീതിയിൽ, അത് പ്രധാനപ്പെട്ട നേതാക്കളടക്കം തന്നെ അത് രൂക്ഷമായ രീതിയിൽ പരിഹസിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന കാഴ്ച ഉണ്ട്. എന്നാൽ പോലും സിനിമയുടെ അണിയറ പ്രവർത്തകർക്കുള്ള പിന്തുണ ഇപ്പോഴും കോൺഗ്രസും സിപിഎമ്മും തുടരുന്നുണ്ട്.